കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സാധാ പുട്ട് കഴിച്ച് മടുത്തോ? അന്ന് നമുക്കൊരു വെറൈറ്റി പുട്ടായാലോ ഇന്ന്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമ്മുടെ ഈ വെറൈറ്റി പുട്ടുണ്ടാക്കാൻ വേണ്ടി നമുക്ക് പുട്ടുപൊടി എടുക്കാം. ഞാൻ ഇതിന്റെ അളവിന് 1.5 കപ്പോളാണ് പുട്ടുപൊടി എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ച് വെക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. പൊടിയെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മുടെ സവാള റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പുട്ടുപൊടിക്കകത്തേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടിന്റെ പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ മേളിലും കൂടെ കുറച്ചും കൂടെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ പുട്ട് ഇതുപോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും, കമന്റ് ഒക്കെ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.